മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച കേജ്രിവാൾ ഇന്ന് ജയിൽ മോചിതനാകും. റോസ് അവന്യൂ കോടതിയാണ് കേജ്രിവാളിന് ഇന്നലെ ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തുകയായി 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. സത്യം ജയിച്ചുവെന്ന് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. മദ്യനയ അഴിമതി കേസിൽ മാർച്ച് 21-നാണ് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് തിഹാർ ജയിലിലാക്കി. തലസ്ഥാനത്ത് ഏറെ പ്രതിഷേധങ്ങൾക്കായിരുന്നു കെജ്രിവാളിന്റെ അറസ്റ്റ് വഴിവെച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മേയിൽ ഇടക്കാല ജാമ്യം അനുവദിച്ചത് സുപ്രീം കോടതിയാണ്. അന്ന് കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്നതിനെ കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർത്തു. പ്രത്യേക പരിഗണന എന്നായിരുന്നു കോടതിക്കെതിരായ ED വിമർശനം. എന്നാൽ ആ വിമർശനത്തിന്റെ മുനയൊടിച്ച് സുപ്രീം കോടതി തന്നെ രംഗത്തെത്തി. ആർക്കും പ്രത്യേക പരിഗണനയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഇന്നിപ്പോൾ 3 മാസത്തിനു ശേഷം വീണ്ടും കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഡൽഹി റോസ് അവന്യൂ കോടതി. ജാമ്യത്തുകയായ 1 ലക്ഷം രൂപ കെട്ടിവെച്ചാൽ നാളെ തന്നെ തിഹാർ ജയിലിൽ നിന്ന് കെജ്രിവാളിന് പുറത്തിറങ്ങാം. കഴിഞ്ഞ തവണ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഏറെ ശക്തനായ ഒരു കെജ്രിവാളിനെ രാജ്യം കണ്ടു. അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ ചർച്ചയായിരുന്നു. BJP-ക്കെതിരായ പോരാട്ടമാകും തന്റെ ജാമ്യ ദിനങ്ങൾ എന്നാണ് പറഞ്ഞത്. क्या गुजरात के भी लोग पाकिस्तानी हैं? गोवा के लोगों ने हमें प्यार दिया, विश्वास दिया। क्या गोवा के लोग भी पाकिस्तानी हैं? पंचायत के चुनाव में, म्यूनिसिपैलिटी के चुनाव में उत्तर प्रदेश में, आसाम में, मध्य प्रदेश में और देश के कई हिस्सों में आम आदमी पार्टी के पंच, सरपंच, म्यूनिसिपल मेयर, काउंसलर चुने गए जगह जगह। क्या इस देश के सभी लोग पाकिस्तानी हैं? ये क्या बात कर रहे हैं आप? आपको प्रधानमंत्री जी ने अपना वारिस चुना है. इस बात का आपको इतना अहंकार हो गया कि आप लोगों को गालियां देने लगे, धमकियां देने लगे. अभी तो आप PM बने नहीं हैं. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടെങ്കിലും ഇന്ത്യ മുന്നണിക്ക് രാജ്യമെമ്പാടും മുന്നേറ്റമുണ്ടായ സാഹചര്യത്തിലാണ് കെജ്രിവാളിന്റെ ജാമ്യം. രാജ്യത്ത് ഇനി നടക്കുന്ന പ്രതിഷേധങ്ങളിൽ മുൻനിരയിൽ കെജ്രിവാൾ ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷ പ്രതീക്ഷ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.